ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വരുന്ന എക്സാമിൽ ഉറപ്പായും ചോദിക്കുന്ന അഡ്മിഷനകത്തെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വിച്ച് മീൻസ് യു ഹാവ് ടു പ്രിപ്പയർ റിവാല്യൂഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദി ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കിക്കണേ മക്കളെ, ഇവിടെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഇസ് ദി ബാലൻസ് ഷീറ്റ് ഓഫ് രാജീവ് ആൻഡ് മോഹൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ണർ ഉണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്? സോ അവരുടെ ബാലൻസ് ഷീറ്റ് ആണ്. വിച്ച് മീൻസ് ഇവിടെ അസറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 7,000 ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, വെഹിക്കിൾ ഉണ്ട്, മിഷനറി ഉണ്ട്, ഗുഡ് വിൽ. നോക്കിയേക്കണേ മക്കളെ, ഇവിടെ ഗുഡ് വിൽ ഓൾറെഡി അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഇതിന്റെ ട്രീറ്റ്മെന്റ് ഞാൻ പ്രത്യേകം പറയാം. ഓൾറെഡി ഗുഡ് വിൽ ഇവിടെ ബാലൻസ് ഷീറ്റിനകത്തുണ്ട്. എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടോളൂ. ഞാൻ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് കണ്ടോളൂ. എക്സാമിൽ വന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ഐറ്റം ദാ നമുക്ക് ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, ബിൽസ് പേബിൾ, രണ്ട് ലാബിലിറ്റി ഉണ്ട്, ഇവരുടെ ക്യാപിറ്റലും നമുക്ക് തന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദി അഡ്ജസ്റ്റ്മെന്റ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ. ഓക്കെ, സോ ദേ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് 2:1. അവരുടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. രാജീവിന്റെയും മോഹന്റെയും ഓൾഡ് റേഷ്യോ എത്രയാടാ? 2:1 ആണ് അവരുടെ ഓൾഡ് റേഷ്യോ, 2:1. ശരി. ഓൺ 1st January സുരേഷ് വാസ് അഡ്മിറ്റഡ്. സോ ഒരാളെ നമ്മൾ ഇങ്ങോട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ 1/4 ഷെയർ ഇൻ ദി പ്രോഫിറ്റ്. ഓക്കെ, 1/4 ഷെയറിനാണ് എന്ത് ചെയ്തത്? നമ്മൾ സുരേഷിനെ അഡ്മിറ്റ് ചെയ്ത്. ഓക്കെ, സുരേഷ് ഹാസ് ടു ബ്രിങ് 30,000 ഫോർ ക്യാപിറ്റൽ. 30,000 രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരണം. പിന്നെ 15,000 രൂപ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നത് എന്തിനായിരിക്കും? യെസ്, എന്തിനായിരിക്കും? ഷെയർ ഓഫ് ഗുഡ് വിൽ. അല്ലേ, നമുക്കറിയാം ഈ ഒരു ഫേമിന് ഒരു ഗുഡ് വിൽ ഉണ്ട്. ഈ ഫേമിലേക്ക് കടന്നു വരുന്ന സമയത്ത് അപ്പാർട്ട് ഫ്രം ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, ക്യാപിറ്റൽ അല്ലാതെ എന്ത് കൂടെ കൊണ്ടുവരണം? യെസ്, ഈ ഒരു ഗുഡ് വില്ലിന്റെ ഷെയർ കൂടെ കൊണ്ടുവരണം. അതിന് നമ്മൾ പ്രീമിയം എന്നാണ് വിളിക്കാറുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ? ഡിപ്രീഷിയേറ്റ് മിഷനറി ബൈ 10%. മിഷനറിക്ക് 10% ഡെപ്രീഷിയേഷൻ ചെയ്യണം. വെഹിക്കിളിന് ഒരു 5% ചെയ്തേക്കണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 5% ആണ്. എന്തിൻ്റെ ആയിരിക്കും 5% പറഞ്ഞാൽ? നോ ഡൗട്ട് അത് ഡെറ്റേഴ്സിൻ്റെ ആയിരിക്കും. ഇത്ര ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? റീവാല്യൂഷൻ അക്കൗണ്ട് വരയ്ക്കണം, നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം, നിങ്ങൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കണം. ആർ യു റെഡി? നമുക്ക് സിമ്പിളായിട്ട് അത് പ്രിപ്പയർ ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ പോകുന്നത് റീവാല്യൂഷൻ അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ റെഡിയല്ലേ? റീവാല്യൂഷൻ അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് ഹെഡിങ് കൊടുക്കാം റീവാലുവേഷൻ. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രത്യേകം നോക്കാം. ഓക്കെ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. റിവാലുവേഷൻ്റെ ലോജിക്ക് എന്തായിരുന്നു? നമുക്ക് പോസിറ്റീവ് ഫീലിംഗ് ഉള്ള ഐറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യും. ദെൻ നെഗറ്റീവ് ഫീലിംഗ് ഉള്ള ഐറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ദോസ് ഐറ്റം വിച്ച് വിൽ ബ്രിങ് എ പോസിറ്റീവ് ഫീലിംഗ് വിൽ ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് റിവാലുവേഷൻ. ദെൻ ദോസ് ഐറ്റം വിച്ച് വിൽ ബ്രിങ് എ നെഗറ്റീവ് ഫീലിംഗ് വിൽ ബി ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് റിവാലുവേഷൻ. നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് ആദ്യം തന്നെ പോകുന്നത് ഡിപ്രീഷിയേറ്റ് മിഷനറി ബൈ 10%. മിഷനറിയുടെ വാല്യൂവിൽ 10% ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇസ് ഇറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ദറ്റ് ഈസ് നെഗറ്റീവ് ഫീലിംഗ് അല്ലേ? എത്രയാണ് മിഷനറിയുടെ വാല്യൂ? 26,000 ആണ്. 26,000 ആണ് മിഷനറിയുടെ വാല്യൂ. 26,000 ആണ് മിഷനറിയുടെ വാല്യൂ. എത്ര ശതമാനമാണ് ഡിപ്രീസിയേഷൻ സംഭവിച്ചത്? 10% ആണ്. എന്ന് പറഞ്ഞാൽ എത്ര വരും? 2,600 വരും അല്ലേ? 2,600 ആണ് എന്ത് സംഭവിച്ചത്? ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുള്ളത്. സോ അത് ഞാനിവിടെ മെഷീനറി എന്നും പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ 2,600 ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിൾ അല്ലേ? ദെൻ അടുത്തായിട്ട് ഏതാടാ? മിഷനറി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഉള്ളത് വെഹിക്കിൾ ഡിപ്രീഷിയേറ്റ് ബൈ 5%. വെഹിക്കിളിന് 5% ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. സോ വെഹിക്കിളിന്റെ വാല്യൂ എത്രയായിരുന്നടാ? യെസ്, 9,000 ആണ്. 5% എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 450. ഓക്കെ, ഞാനിവിടെ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് 450 എഴുതി. കിട്ടിയത് എങ്ങനെയാ? 9,000 ഇൻറ്റു 5% ആണ് എത്ര കിട്ടിയത്? 450 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കാണിക്കാം. ഓക്കെ, 9,000 ഇൻറ്റു 5/100 എന്ന് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ അത് കാണിച്ചു. ഇനി ഏതാണ് ഇതിലേക്ക് വരുന്ന ഐറ്റം? ഇനി ഒരു ഐറ്റം കൂടിയേ ഉള്ളൂ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അതായത് നമുക്ക് ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് പ്രൊവിഷൻ വെക്കണം 5%. അതായത് ഡെറ്റേഴ്സിന്റെ അളവ് കുറഞ്ഞു പോകുന്നൊരു പരിപാടിയാണ്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. അസറ്റ് കുറഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? നെഗറ്റീവ് ഫീലിംഗ് ആണ്. സോ ഇറ്റ് വിൽ ബി ഓൺ ദി ഡെബിറ്റ് സൈഡ്. സോ ഞാൻ എന്ത് ചെയ്യാണ്? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞ് എഴുതി. എത്ര ശതമാനമായി പറഞ്ഞത്? യെസ്, 5% അല്ലേ? എത്രയാണ് ഡെറ്റേഴ്സ് ഉള്ളത്? 11,000 ആണല്ലോ. സോ 1,100, അതിൻ്റെ പകുതി 550, റൈറ്റ്? സോ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 550. ഓക്കെ, എങ്ങനെ കിട്ടിയത്? 11,000 ഇൻറ്റു 5%. ഓക്കെ,
550 കിട്ടി. ഇനി ഏതെങ്കിലും അസറ്റിന്റെ വാല്യൂ കൂടിയതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെ എഴുതിയേനെ? ഇവിടെ എഴുതിയേനെ. ഏതെങ്കിലും ലാബിലിറ്റി കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയേനെ. അൺറെക്കോർഡ് അസറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കായിരുന്നു. സോ ഫോർച്യുനേറ്റ്ലി നമുക്ക് ഇത്രയും ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഐറ്റങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. ദെയർഫോർ നമുക്കിത് ബാലൻസ് ചെയ്യാം. ശരി, ഞാനിത് ബാലൻസ് ചെയ്യാണ്. ഓക്കെ, വളരെ സിമ്പിൾ. ടേക്ക് ദി ടോട്ടൽ. ഓക്കെ, 3600 ടോട്ടൽ വരുന്നത് 3600 ആണ് ടോട്ടൽ വരുന്നത്. ഡെബിറ്റ് സൈഡാണ്, വിച്ച് മീൻസ് റിവാലുവേഷൻ പ്രോഫിറ്റ് ആയിരിക്കും, ലോസ് ആയിരിക്കും? റിവാലുവേഷൻ ലോസ് ആയിരിക്കും. 3600. ദെൻ ഇവിടെ ഞാൻ ബാലൻസ് ചെയ്തു, 3600 ബാലൻസ് ചെയ്തു. ഇതെന്ത് ചെയ്യണം? വീതിച്ചു കൊടുക്കണം. ആർക്കൊക്കെയാണ്? നമ്മൾ പാർട്ട്നേഴ്സ് ആർക്കൊക്കെയാണ്? യെസ്, നമ്മളിത് റിവാലുവേഷൻ ലോസ് നമ്മൾ വീതിച്ചു കൊടുക്കുകയാണ്. ആർക്കൊക്കെയാണ്? രാജീവ് അല്ലേ? ഓക്കെ, രാജീവിന്. ഓക്കെ, രാജീവ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും പോകണം. അതുപോലെ വേറെ ആയിരുന്നു ഉണ്ടായിരുന്നത്? മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും പോകണം. മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എങ്ങനെയാണ് ഈ എമൗണ്ട് പോവുക? എത്രയാ? 3600 ഇൻറ്റു എത്രയാണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ? 2:1. സോ 2/3. ദെൻ 3600 ഇൻറ്റു 1/3 എത്ര വരും? ഒരാൾക്ക് 2400 മറ്റേ ആൾക്ക് 1200 വാല്യൂ വരിക. സോ റീവാലുവേഷൻ ലോസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. റീവാലുവേഷൻ ലോസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എത്രയാണ് റീവാലുവേഷൻ ലോസ്? രാജീവിൻ്റെ ക്യാപിറ്റലിലേക്ക് നമ്മൾ 2400 കൊണ്ടുപോകണം. ദെൻ അതുപോലെ തന്നെ മോഹൻസ് ക്യാപിറ്റലിലേക്ക് 1200 രൂപയും കൊണ്ടുപോകണം. സോ റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് ഓവർ. അപ്പോൾ എസ് എ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഏകദേശം ഒരു 3 മാർക്ക് നമ്മൾ എന്ത് ചെയ്തു? സ്കോർ ചെയ്ത് കഴിഞ്ഞു. സോ ലെറ്റ്സ് മൂവ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടി പോവാം. സോ ഇതിനും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ചാനലിനകത്തത് റെഫർ ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ലോജിക്ക് പറയുകയാണെങ്കിൽ, ക്യാപിറ്റലിൻ്റെ ബാലൻസ് കൂടുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റലിൻ്റെ ബാലൻസ് കുറയുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ സിമ്പിൾ റൂൾ ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലേ? ദോസ് ഐറ്റം വിച്ച് വിൽ ഇൻക്രീസ് ദി വോളിയം ഓഫ് ക്യാപിറ്റൽ ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് capital account. Those items which will reduce the volume of capital should be shown on the which side? Debit side of capital account. So നോക്കിക്കണേ, ഞാൻ ഹെഡിങ് കൊടുത്തു, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുത്തു. ദെൻ ഇതിന് ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഓക്കെ, മൂന്നാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ കൺസോളിഡേറ്റ് ആണ് വരയ്ക്കുന്നത്. സോ യു ഹാവ് ടു പ്രൊവൈഡ് 3 കോളം ഈച്ച് സൈഡ് അല്ലേ? 2 സൈഡിൽ നിങ്ങൾ 3 കോളം വെച്ച് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക എന്നുള്ളതാണ്. ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും എവിടെയായിരിക്കും? എപ്പോഴും അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ദെയർഫോർ ഞാൻ ഇവിടെ എഴുതാണ്, ഇവിടെ എഴുതാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇവിടെ എഴുതാൻ വേണ്ടി പോവാണ്. നോക്കിയേക്കണേ, ബാലൻസ് ബൈ സൈഡിൽ എഴുതാണ്, ബാലൻസ് ബ്രോഡൗൺ. ഓക്കെ, ഈ ബാലൻസ് ബ്രോഡൗൺ എന്നുള്ള വാല്യൂ എവിടെ പോയി എടുക്കുക? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിലേക്ക് പോവുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റൂല, ഈ ഭാഗത്ത് കാണാൻ പറ്റും നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്? ഒരാൾക്ക് 45,000, രണ്ടാമത്തെ ആൾക്ക് 30,000. ശരി, നമുക്കതിവിടെ ജസ്റ്റ് കോപ്പി ചെയ്യാം. ഒരാൾക്ക് 45 and 30,000 അല്ലേ? ഓക്കെ, രാജീവിന് 45,000 ഉണ്ട്. ദെൻ ഇവിടെ 30,000 ഉണ്ട്. 30,000 റെഡി അല്ലേ? യെസ്, അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി എന്താണ് എഴുതാൻ വേണ്ടി പോകുന്നത്? ഇനി പുതിയൊരു പാർട്ട്ണർ വന്നിട്ടുണ്ട് അല്ലേ? പുതിയൊരു പാർട്ട്ണർ വന്നിട്ടുണ്ട്. അയാളുടെ ക്യാപിറ്റലിനെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയാണ് കൊണ്ടുവന്നത്? അയാൾ എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നത്? അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ 30,000 ഉണ്ട്. നോക്കിയേക്കണേ മക്കളെ, ഞാനിവിടെ സെപ്പറേറ്റ് ഒരു ഷീറ്റ് ആഡ് ചെയ്യാണ്. ഓക്കെ, അയാളുടെ ക്യാപിറ്റൽ, ആളെ പേരെന്തായിരുന്നു? സുരേഷ്. ഓക്കെ, സുരേഷ് എന്ത് ചെയ്തിട്ടുണ്ട്? സുരേഷ് എന്ന് പറയുന്ന ആള് ക്യാപിറ്റലായിട്ട് 30,000 രൂപയും ദെൻ ഷെയർ ഓഫ് ഗുഡ്വിൽ ആയിട്ട്, ഇതിനെ നമ്മൾ എന്ത് വിളിക്കടാ? പ്രീമിയം എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ പ്രീമിയം അല്ലെങ്കിൽ ഷെയർ ഓഫ് ഗുഡ്വിൽ ആയിട്ട് എത്ര കൊണ്ടുവന്നിട്ടുണ്ട്? 15,000 രൂപയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താടാ? ഈ ക്യാപിറ്റൽ കൊണ്ടുവന്ന 30,000 എന്ന് പറഞ്ഞാൽ ആർക്ക് തന്നെ അവകാശപ്പെട്ടതാ? ആ എമൗണ്ട് പൂർണ്ണമായിട്ടും സുരേഷിന് കിട്ടാനുള്ളതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും, നോ പ്രോബ്ലം. ഈ 15,000 ഇയാൾ കൊണ്ടുവന്നെങ്കിലും ഇത് ആക്ച്വലി ആർക്ക് അവകാശപ്പെട്ടതാണ്? നമ്മളെ ഓൾഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള രാജീവിനും മോഹനും നമ്മൾ വീതിച്ചു കൊടുക്കണം. ഏത് റേഷ്യോയിലാണ് വീതിച്ചു കൊടുക്കുക? അവരുടെ
സാക്രിഫൈസിങ് റേഷ്യോയിലാണ് വീതിച്ചു കൊടുക്കുക. ഇവിടെ നിങ്ങൾ സെപ്പറേറ്റ് സാക്രിഫൈസിങ് റേഷ്യോ കാണേണ്ട ആവശ്യമില്ല. ബിക്കോസ് ക്വസ്റ്റിൽ എന്താണ്, ക്വസ്റ്റിൽ 1/4 അല്ല 1/3 1/5 1/2 എന്നൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ അവിടെ സാക്രിഫൈസിങ് റേഷ്യോയും മോൾഡ് റേഷ്യോയും സെയിം ആയിരിക്കും. സോ ദർ ഇസ് നോ നീഡ് ടു ഫൈൻഡ് ഔട്ട് സെപ്പറേറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ അങ്ങ് ചാർജ് ചെയ്തെടുക്കാം ഓൺ ദ ബേസ് ഓഫ് ദെയർ ഓൾഡ് റേഷ്യോ. ശരി, നോക്കിക്കണേ ഇതാ ഞാനിവിടെ അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? ഇവിടെ ക്യാപിറ്റലിന്റെ ജേണൽ എൻട്രി ഇയാൾ ക്യാപിറ്റലും അതുപോലെ തന്നെ ഗുഡ്വിലും കൊണ്ടുവന്നതിന്റെ ജേണൽ എൻട്രി എന്താ? യെസ്, വളരെ സിമ്പിൾ ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ആരായിരുന്നു? സുരേഷ്. ഓക്കെ, ടു സുരേഷ് ക്യാപിറ്റൽ എത്രയാ? 30,000 ടു അദ്ദേഹം കൊണ്ടുവന്ന പ്രീമിയം എത്രയാ? 15,000. ടോട്ടൽ എത്ര എത്തിയിട്ടുണ്ട്? 45 എത്തിയിട്ടുണ്ട്. ഇതല്ലേടാ ജേണൽ എൻട്രി. ഈ ജേണൽ എൻട്രിയിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര പോകണം? 30,000 പോകണം. സോ നമ്മൾ എന്ത് ചെയ്യാണ്? യെസ്, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 30,000 പറഞ്ഞേക്കുകയാണ്. അയാൾ ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ക്യാഷ് എന്നും പറഞ്ഞിട്ട് ഞാൻ ആരുടെ കോളത്തിൽ എഴുതും? സുരേഷിന്റെ കോളത്തിൽ എത്ര എഴുതും? 30,000 എഴുതും. ദെൻ 15,000 കൊണ്ടുവന്നത് ആർക്ക് കൊടുക്കാനുള്ളതാണ്? സോ ഷെയർ ഓഫ് ഗുഡ്വിൽ ഓർ പ്രീമിയം മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ ഓൾഡ് റേഷ്യോ. സോ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ പ്രീമിയം എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, പ്രീമിയം എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. കാരണം പ്രീമിയം വീതിച്ചു കൊടുക്കുന്ന സമയത്ത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന്റെ അളവ് കൂടുകയാണ് ചെയ്യേണ്ടത്. കൂടാനുള്ള ഐറ്റങ്ങളെ നമ്മൾ ഏത് സൈഡിലാണ് എഴുതുക? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. സോ നോക്കിക്കണം മക്കളെ, ഇതാ പ്രീമിയത്തെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 15,000 രൂപയാണ് പ്രീമിയം ഉള്ളത്, 15,000 ആണ് പ്രീമിയം ഉള്ളത്. ഏതാണ് റേഷ്യോ? 2:1 ആണ്. സോ നമുക്കറിയാം 10,000 ആർക്ക് കിട്ടും? രാജീവിന് കിട്ടും. മോഹൻ എത്ര കിട്ടും? 5,000. എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ? 15,000 ഇൻറ്റു 2/3 ആർക്കുള്ളതാ? രാജീവിനുള്ളതാണ്. മോഹനുള്ളതോ? 15,000 ഇൻറ്റു 1/3 മോഹനുള്ളതാണ്. കാൽക്കുലേഷനും കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അറിയാത്ത ഒരു കാൽക്കുലേഷൻ ഇതിനകത്ത് പെൻഡിങ് ഉണ്ട്. ഏതാണ് ആ കാൽക്കുലേഷൻ? നോക്കിയേക്കണേ മക്കളെ, ഇതാ ഇവിടെ കാണുന്ന ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് അല്ലേ? ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ഗുഡ്വിൽ വിച്ച് ഈസ് ഓൾറെഡി ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ or already appear in the balance sheet that must be distributed. ആ ഒരു ഗുഡ്വില്ലിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓൾഡ് പാർട്ട്നേഴ്സിന് ചാർജ് ചെയ്ത് കൊടുത്ത് നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്യണം. സോ ജേണൽ എൻട്രി പറയുകയാണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്വിൽ അക്കൗണ്ട് ആണ് ജേണൽ എൻട്രി വരിക. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന്റെ അളവ് കുറയുന്ന ഒരു ഐറ്റമാണ് ആ ഗുഡ്വില്ലിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ therefore that should be ആ ഗുഡ്വില്ലിനെ നമ്മൾ എവിടെ കാണിക്കണ്ട? യെസ്, ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഗുഡ്വിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഗുഡ്വിൽ എത്രയാണ് ഉണ്ടായിരുന്നത്? ഗുഡ്വിൽ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 30,000 ആണ്. ഓക്കെ, 30,000 ആണ് വീതിക്കേണ്ടത്. യെസ്, 2/3 ദെൻ 30,000 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ 20,000 രൂപ രാജീവിന് അങ്ങോട്ട് ചാർജ് ചെയ്തു. 10,000 രൂപ മോഹൻ അങ്ങോട്ട് ചാർജ് ചെയ്ത് കൊടുത്തു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്തെങ്കിലും നമ്മൾ സോൾവ് ചെയ്യാനുണ്ടോ? ഇനി എന്തെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരേണ്ടതുണ്ടോ? യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം വരാനുണ്ട്. വിച്ച് ഈസ് ദ റിസൾട്ട് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ഇവിടെ റിസൾട്ട് എന്താണ്? റീവാലുവേഷൻ ലോസ് ആണ്. റീവാലുവേഷൻ ലോസ് ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ലോസ് കടന്നു വരുന്ന സമയത്ത് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അളവ് കൂടുകയാണോ ചെയ്യുക? കുറയണം. ക്യാപിറ്റൽ വോളിയം കുറയണമെങ്കിൽ നിങ്ങൾ എന്താടാ ചെയ്യേണ്ടത്? കുറയണമെങ്കിൽ നിങ്ങൾ ഡെബിറ്റ് ചെയ്യണം. സോ റീവാലുവേഷൻ, ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ലോസ് എത്ര വരുന്നത്? 2,400 ആർക്ക്? രാജീവിനും. അതേപോലെ എത്ര വരുന്നത്? 1,200 അല്ലേ? 1,200 നമ്മൾ മോഹനും ചാർജ് ചെയ്തു. അപ്പം ഗുഡ്വില് ദെൻ റീവാലുവേഷൻ ലോസ് നമ്മൾ ഡെബിറ്റ് സൈഡ് ചാർജ് ചെയ്തു. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചിട്ടുണ്ട്. ദെൻ ഇത് ക്യാപിറ്റൽ കൊണ്ടുവന്നാണ്. ഇത് പ്രീമിയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ്. സോ ഓൾ ദി ഐറ്റം വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ക്യാപിറ്റൽ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താ? ഇത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ആർ യു റെഡി? നമ്മളത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കിക്കണം മക്കളെ. ഓക്കെ,
സോ ഞാൻ ആദ്യം ഈ സൈഡ് സുരേഷിൻ്റെ സൈഡ് ടോട്ടൽ ചെയ്തു 30,000 ക്രെഡിറ്റ് സൈഡിലുണ്ട്. ടേക്ക് ദി സെയിം ടോട്ടൽ ഓൺ ദി ഡെബിറ്റ് സൈഡ്. ഓക്കെ, ആദ്യം നമുക്ക് ആഡ് ചെയ്യാം അല്ലേ. ഓക്കെ, മോഹൻ്റെ എത്രയാ 30,000 പ്ലസ് 5,000 35,000 45,000 പ്ലസ് 10,000 55,000. ടേക്ക് ദി സെയിം ടോട്ടൽ ഓൺ ദി ഡെബിറ്റ് സൈഡ്. എത്രയാ 55,000. ഇവിടെയോ 35,000. ഇവിടെയോ 30,000. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിൽ നിന്ന് ഈ സൈഡിലുള്ള ഐറ്റങ്ങളെ ലെസ് ചെയ്യുക. ടേക്ക് ദ ഡിഫറൻസ്. ഓക്കെ, സോ ഞാൻ അത് 30,000 ഇവിടെ ഏതെങ്കിലും ഐറ്റം ഉണ്ടോ? ഇല്ല. സോ ഇറ്റ്സ് വെരി ഈസി. 30,000 തന്നെയാണ് ആരുടെ ക്യാപിറ്റൽ? സുരേഷിൻ്റെ ക്യാപിറ്റൽ. ഇയാളതോ 35,000 ഇവിടെ ടോട്ടൽ ഉണ്ട്. പക്ഷെങ്കിൽ ഇവിടുന്ന് 11,200 നമുക്ക് കുറയ്ക്കണം അല്ലേ. അപ്പോൾ 10,000 പോയാൽ 25, ദെൻ 1000 പോയാൽ 24, വീണ്ടും 200 പോയാൽ 23,800. റൈറ്റ്. ഓക്കെ, ദെൻ 55 ഉണ്ട്. 55 20 പോയാൽ 35, 35 2 പോയാൽ 33, വീണ്ടും 400 പോയാൽ 32,600. 32,600. സോ നമ്മുടെ ക്ലൈമാക്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതായത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? 32,600, 23,800, 30,000. എന്താണ് ഇതിൻ്റെ അർത്ഥം? ബിസിനസ് തുടങ്ങുമ്പോൾ ഈ വർഷം ആരംഭിക്കുന്ന സമയത്ത് 45,000 രാജീവിൻ്റെ ക്യാപിറ്റൽ. ഇപ്പം എത്രയുണ്ട്? 32,600 കുറഞ്ഞു പോയിട്ടുണ്ട്. മോഹൻ്റെ എത്രയുണ്ട്? 30,000 23,800 കുറഞ്ഞു പോയിട്ടുണ്ട്. ഇയാൾ കൊണ്ടുവന്ന എത്രയാ? 30,000. ഇപ്പം എത്രയുണ്ട്? 30,000 തന്നെയുണ്ട്. സോ ലെറ്റ്സ് മൂവ് ടു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാലൻസ് ഷീറ്റിലേക്ക് നമുക്ക് കിടക്കാം. സോ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. നേരിട്ട് നമ്മൾ ഓരോ ഐറ്റങ്ങളും നമ്മൾ നോക്കുകയാണ്. ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഓൾഡ് ബാലൻസ് ഷീറ്റ് നോക്കണം, റീവാല്യൂഷൻ അക്കൗണ്ട് നോക്കണം, ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കണം. ഈ 3 ഭാഗങ്ങളും നമ്മളെ മൈൻഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യാം? ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. സോ അസറ്റ് സൈഡാണ് ഞാൻ ആദ്യം ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അസറ്റ് സൈഡിൽ ഒന്നാമത്തെ ഐറ്റം വരുന്നത് ബാങ്ക് അക്കൗണ്ട് ആണ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇവിടെ ബാങ്കിനെയും ക്യാഷിനെയും കൂടെ നമ്മൾ കൺസോൾഡേറ്റ് ആണ് പറയുന്നത് കേട്ടോ. ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ പഴയ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ബാങ്കിൽ 7,000 രൂപയുണ്ട്. ഓക്കെ, 7,000 രൂപ ഓൾറെഡി നമ്മുടെ ബാങ്കിലുണ്ട്. 7,000 രൂപ ഓൾറെഡി ബാങ്കിലുണ്ട്. ശരി, ഇനി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. പുതിയൊരാൾ കടന്നു വന്ന സമയത്ത് അയാൾ 30,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ക്യാഷിൻ്റെ അളവ് കൂടിയിട്ടുണ്ടാവില്ലേ? ഉണ്ട്. പ്രീമിയം ആയിട്ട് അല്ലെങ്കിൽ ഷെയർ ഓഫ് ഗുഡ് വിൽ ആയിട്ട് ഒരു 15,000 രൂപ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാളുടെ ആ ബിസിനസ്സിലെ ക്യാപിറ്റലിൻ്റെ അളവ് ക്യാഷിൻ്റെ അളവ് കൂടിയിട്ടുണ്ടാവില്ലേ? ബാങ്കിൻ്റെ അളവ് കൂടിയിട്ടുണ്ടാവില്ലേ? ഒന്നുകിൽ നിങ്ങൾക്ക് ബാങ്ക് ക്യാഷ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ എല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ബാങ്ക് എന്ന് എഴുതാം. സോ 45ഉം 7ഉം 52,000 രൂപ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? അടുത്ത് ഞാൻ പോകുന്ന നേരെ സ്റ്റോക്ക്, അതായത് ക്ലോസിംഗ് സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ നോക്കണം? യെസ്, ആദ്യം വന്നിട്ട് നമുക്ക് ഇവിടെ സ്റ്റോക്ക് എത്ര ഉണ്ടായിരുന്നു? 12,000 ഉണ്ടായിരുന്നു. ദെൻ റീവാല്യൂഷൻ സ്റ്റോക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 550 രൂപ നമ്മൾ ഡിഡക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? സ്റ്റോക്ക് ഇൻ ട്രേഡ്, പ്രൊവിഷൻ. ഓക്കെ, അത് പ്രൊവിഷനാണ്, ഓക്കെ. സ്റ്റോക്ക് ഇൻ ട്രേഡിൽ നമുക്ക് ചേഞ്ചസ് ഇല്ല. 12,000 രൂപ നമുക്ക് എന്ത് ചെയ്യാണ്? സെയിം എമൗണ്ട് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, സെയിം എമൗണ്ട്. സ്റ്റോക്ക് നമുക്ക് 12,000 തന്നെയാണ്, നോട്ട് ചേഞ്ച്. ദെൻ നെക്സ്റ്റ് ഐറ്റം ആണ് ഡെറ്റേഴ്സിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഡെറ്റേഴ്സ് എത്രയാണ് ഉണ്ടായിരുന്നത്? ഡെറ്റേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് 11,000 രൂപയാണ്. ഇതിൽ 5% നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഡക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഡെറ്റേഴ്സ് 11,000 ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആയിട്ട് 5%, അതായത് ഐ തിങ്ക് 550 അല്ലേ? 550 രൂപ നമ്മൾ ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് 10,450 ആണ് ഇപ്പം ഡെറ്റേഴ്സ് ഉള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഏതാണ് ഐറ്റം എടുക്കേണ്ടത്? വെഹിക്കിൾ എടുക്കണം. വെഹിക്കിൾ. ഓക്കെ, വെഹിക്കിളിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. എത്രയായിരുന്നു വെഹിക്കിളിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നത്? വെഹിക്കിളിൻ്റെ വാല്യൂ 9,000 രൂപയായിരുന്നു. 5% നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. 450. 9,000 മൈനസ് 450 എന്ന് പറഞ്ഞാൽ 8,550. ശരിയല്ലേ? 8,550. ദെൻ വാട്ട് അബൌട്ട് മെഷീനറിക്ക് എന്താ സംഭവിച്ചത്? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവിച്ച വാല്യൂ കൊണ്ടുവരണം അല്ലേ? മെഷീനറി 26,000 രൂപ ഉണ്ടായിരുന്നു അല്ലേ? 26,000 രൂപ ഉണ്ടായിരുന്നു. ആ 26,000 മെഷീനറിയിൽ നമ്മൾ 2,600 നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം. മെഷീനറി 26,000 മൈനസ് 2,600. ഓക്കെ, അപ്പം 2,000 പോയി 24, 600 പോയാൽ 23,400. ഓക്കെ, 23,400. ഇനി ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അറിയാതെ നമ്മളോട് എടുത്ത് എഴുതി പോകാൻ പാടില്ല. ബിക്കോസ് ഇത് നമ്മൾ ഓൾറെഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ അതിനെ വീണ്ടും കൊണ്ടുവരേണ്ട ആവശ്യമില്ല.
അതും നമ്മൾ ചെയ്തു കഴിഞ്ഞു. സോ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ലാബിലിറ്റി സൈഡിലേക്ക് പോവാണ്. എന്തൊക്കെയാണ് ലാബിലിറ്റി സൈഡിലുള്ളത് നോക്കാം. ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട് 14,000 രൂപ. എന്തെങ്കിലും മാറ്റം പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞില്ല എങ്കിൽ അതുപോലെ കൊണ്ടുവരിക. ഓക്കെ, സോ ക്രെഡിറ്റേഴ്സ്. സോ ലെറ്റ് ക്രെഡിറ്റേഴ്സ് എത്ര എമൗണ്ട് വരുന്നത്? യെസ്, 14,000. അടുത്തത് ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. എത്രയായിരുന്നു? 6,000 ആണ്. യാതൊരുവിധ ചേഞ്ചും ഇല്ല. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുമ്പോൾ, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇവിടെ എഴുതുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടാവും? യെസ്, വി ഹാവ് രാജീവ്, മോഹൻ ആൻഡ് സുരേഷ് അല്ലേ? 3 ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കേണ്ടത്. ഇതിന് നിങ്ങൾ ഓൾഡ് ബാലൻസ് ഷീറ്റ് ആണോ നോക്കേണ്ടത്? ഒരിക്കലും ഓൾഡ് ബാലൻസ് ഷീറ്റ് അല്ല നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് യെസ് ഇപ്പൊ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്ലൈമാക്സ് ഇവിടെ നമ്മൾ ക്യാരി ഡൗൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വാല്യൂവിനാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് 32,600 23,800 30,000. സോ ഡയറക്ട്ലി നമ്മൾ അത് പ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആർ യു റെഡി? സോ 32,600 ഉണ്ട്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ. ഓക്കെ, രാജീവ് 32,600 ഉണ്ട്. മോഹൻ എത്ര വരുന്നത്? 23,800 ഉണ്ട്. ദെൻ 30,000 ആര്? സുരേഷ് കൊണ്ടുവന്നുണ്ട്. ഓക്കെ, നമുക്കിത് ടോട്ടൽ ചെയ്യാം. ഓക്കെ, യു ക്യാൻ മേക്ക് യൂസ് കാൽക്കുലേറ്റർ. സോ നിങ്ങൾ ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 6,400 on the asset side. Then same total will be available on the 400 അല്ലേ? 400. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്തായിട്ടുണ്ട്? ടാലി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള എക്സാമിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരും. വളരെ കൃത്യമായിട്ട് നമ്മൾ ആദ്യം റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓക്കെ, മറന്നു പോകരുതേ മക്കളെ, നോക്കിയേക്കണേ. ഓക്കെ, ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. റീവാലുവേഷൻ അക്കൗണ്ട്, ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയൊക്കെയാടാ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റ് നോക്കണം, പ്ലസ് താഴെ തന്നിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ റീവാലുവേഷൻ വരയ്ക്കുക. അടുത്തത് നിങ്ങൾ വരയ്ക്കാൻ പോകുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കും. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നോക്കേണ്ടത് എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ വാല്യൂ നമ്മൾ നോക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുള്ള ഇൻകമിങ് പാർട്ണർ, അഡ്മിഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ട്ണറുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ഗുഡ് വിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ റെഫർ ചെയ്യണം. ദെൻ ഫൈനലി നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നോക്കണടാ? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ റീവാലുവേഷൻ അക്കൗണ്ടിനെ നിങ്ങൾ റെഫർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നിങ്ങൾ റെഫർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യനിലെ മുഴുവൻ അഡ്ജസ്റ്റ്മെൻറ്റിനെയും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിനെയും റെഫർ ചെയ്യണം. ഈ രീതിയിലാണ് നിങ്ങൾ പ്രോബ്ലങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടത്. എനിവേ നിങ്ങൾ എക്സാമിന് ഏറ്റവും നല്ല രീതിയിൽ അഡ്മിഷനിലെ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ കഴിയട്ടെ. എനിവേ, ആൾ ദി ബെസ്റ്റ്.